everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത കുറച്ച് മോക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ലിറ്റററി തിയറിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വുഡ് ഹെൽപ്പ് യു ടു പ്രിപ്പയർ ഫോർ യുവർ ജൂൺ 2024 എക്സാമിനേഷൻ. സോ നമ്മുടെ ജൂൺ 2024 NTA UGC നെറ്റ് എക്സാമിനേഷൻ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട്, കാരണം നമുക്കിനി മോർ ദാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 6 months ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിവിഷനാണ്. So that is what we are trying to do through these mock questions. So അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് കയറുന്നതിന് മുൻപ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിവിഷൻ നടത്തുമ്പം കുറച്ചും കൂടി ജനറലായിട്ട് റാൻഡമായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇറ്റ് വുഡ് ഹെൽപ്പ് us ടു ഹാവ് എ ഗുഡ് മെമ്മറി. അതുപോലെ തന്നെ കാരണം നമുക്കറിയാം, ഇപ്പം നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിറ്റററി തിയറി അതിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ റൈറ്റേഴ്സിനെയും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 22 to 25 ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി റാൻഡം ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ മോക്ക് ടെസ്റ്റുകൾ, റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ആൻസർ ചെയ്യുന്നത് നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വേൾഡ് ലിറ്ററേച്ചറിൽ നിന്നുള്ളതാണ്. സോ വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലാതെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഉണ്ട്, യൂറോപ്യൻ ലിറ്ററേച്ചർ ഉണ്ട്. പോസ്റ്റ് കൊളോണിയൽ ആൻഡ് യൂറോപ്യൻ ആണെങ്കിൽ തന്നെ നമുക്കറിയാം ആഫ്രിക്കൻ ഉണ്ട്, ആഫ്രിക്കൻ അമേരിക്കൻ ഉണ്ട്, അതിൽ നൈജീരിയൻ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ്, ഓസ്ട്രേലിയൻ ഉണ്ട്, കൊളംബിയൻ ഉണ്ട്, കനേഡിയൻ ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ റഷ്യൻ ഉണ്ട്, ജർമ്മൻ ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, സ്വീഡിഷ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ലിറ്ററേച്ചറിൽ വരുന്നതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ. അങ്ങനെ ഈ പറയുന്ന പല ലിറ്ററേച്ചറിലുമുള്ള ഫിക്ഷൻ, പോയട്രി, ഷോർട്ട് സ്റ്റോറീസ്, നോൺ ഫിക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വർക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. സോ കൺസിഡർ ദിസ് ആസ് എ റിവിഷൻ. ചില വർക്ക്സുകളും അല്ലെങ്കിൽ ചില റൈറ്റേഴ്സിനെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. സോ അപ്പോൾ ആ ഒരു റൈറ്ററിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ ലിറ്റററി തിയറിയിൽ നിന്ന് ആ ഒരു വീഡിയോയും കൂടി കാണാനായിട്ട് ട്രൈ ചെയ്യുക. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who is the author of 100 Years of Solitude? Who is the author of 100 Years of Solitude? നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ്, മാരിയോ വാർഗാസ് ലൂസാക്, ജോർജ് ലൂയിസ് ബൗച്ച് ആൻഡ് ഇസബെൽ അലൻഡെ. ഈ ഒരു 4 റൈറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ആൻഡ് വി നോ ദാറ്റ് 100 Years of Solitude is actually a very important work. ഈ ഒരു വർക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ്. സോ ഗബ്രിയേൽ ഗാർഷിയ മാർക്വസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹി ഈസ് ആക്ച്വലി എ കൊളംബിയൻ നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, സ്ക്രീൻ റൈറ്റർ ആണ്, ജേർണലിസ്റ്റ് ആണ്. ആൻഡ് എൻ്റയർ ലാറ്റിൻ അമേരിക്കയിൽ ഹി ഈസ് നോൺ വിത്ത് ദ നെയിം ഗാബോ. ആൻഡ് 1972 അദ്ദേഹത്തിന് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1982 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ അപ്പം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇയർ 1982 ഗബ്രിയേൽ ഗാർഷിയ മാർക്വസിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 3 നൊബേൽ പ്രൈസ് ലോറിയേറ്റ്സിന്റെ പേര് തന്ന് ഒരാളെ അല്ലാതെ കൊടുത്തിട്ട് യു മൈറ്റ് ബി ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നൊബേൽ laureate or a Nobel laureate. So remember Gabriel Garcia Marquez. He won the Nobel Prize in Literature in 1982. അതുപോലെ തന്നെ ഗബ്രിയേൽ ഗാർഷിയ മാർക്വസിനെ കുറിച്ച് പിന്നെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നോവൽ എന്ന് പറയുന്നത് 100 Years of Solitude ആണ്. അതുപോലെ തന്നെ ദ ക്രോണിക്കിൾസ് ഓഫ് എ ഡെത്ത് ഫോർലോഡ്, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. അപ്പം നമുക്ക് എപ്പോഴും ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് തന്നെ ആയിരിക്കണം എന്നില്ല. ജസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദി അതർ റൈറ്റേഴ്സ്. other works. അപ്പം 100 Years of Solitude അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്, വിച്ച് വാസ് പബ്ലിഷ് ഇൻ ദി ഇയർ 1967. അത് ഓവർ 50 million കോപ്പീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. സിമിലർലി അദ്ദേഹത്തിൻ്റെ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1981. ദ നെയിം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഫൈനലി ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ ഇൻ 1985. ഈ ഒരു വർക്കും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ആൻഡ് അതുപോലെ തന്നെ സ്പീക്കിംഗ് അബൌട്ട് ദിസ് നോവൽ, ഇറ്റ് ടെൽസ് ദി
സ്റ്റോറി ഓഫ് എ മൾട്ടി ജനറേഷണൽ ഫാമിലി ഓഫ് ബുവാൻഡിയ. അപ്പോൾ ഈ ബുവാൻഡിയ ഫാമിലിയിലെ പേട്രിയാർക്കാണ് ഓജെ. ആൻഡ് ആ ഓജെയാണ് മൊക്കാൻഡോ എന്ന് പറയുന്ന ഒരു ഫിക്ടീഷ്യസ് ടൗണിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. സോ അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. ആൻഡ് വൺ തിങ് ദറ്റ് യു ഹാവ് ടു റിമെമ്പർ ഹിയർ ഈസ് ദാറ്റ് ദിസ് നോവൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാജിക് റിയലിസം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു സൈഡിൽ ലിസ്റ്റ് 1 നോവൽസ് ആയിട്ട് തരാം, ലിസ്റ്റ് 2 ഈ പറയുന്ന പോലെ അതിന്റെ ജോണർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 100 Years of Solitude എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് മാജിക് റിയലിസം. അപ്പം നമുക്കറിയാം മാജിക് റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ നാച്ചുറൽ ഈസ് പ്രസന്റഡ് ആസ് മുണ്ടെയിൻ ആൻഡ് ദ മുണ്ടെയിൻ ഓർ സൂപ്പർ നാച്ചുറൽ മുണ്ടെയിൻ ഈസ് പ്രസന്റഡ് ആസ് സൂപ്പർ നാച്ചുറൽ ഓർ എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ അതിനെയാണ് നമ്മൾ മാജിക് റിയലിസം എന്ന് പറയുന്നത്. ഫ്രാൻസ് റോയിന്റെ ടേം ആണ് മാജിക് റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ റിമെമ്പർ ദാറ്റ് തിങ്. സോ ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ്, ആൻഡ് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് ഈസ് നോൺ ഫോർ ഹിസ് നോവൽ 100 Years of Solitude, Love in the Time of Cholera, and Chronicle of a Death Foretold. Okay, so remember all these about him. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇൻ ക്രൈം ആൻഡ് പനിഷ്മെന്റ് ഹൂ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ്? ഇൻ ക്രൈം ആൻഡ് പനിഷ്മെന്റ് ഹൂ ഈസ് ദി പ്രൊട്ടഗോണിസ്റ്റ്? അപ്പം നമ്മൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് റാസ്കോൾനിക്കോവ്, ഇവാൻ എലിച്ച്, പിയർ ബെസൂദോ ആൻഡ് അലോഷ്യ കരാമസോവ്. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ എല്ലാ പേരുകളും തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഇവാൻ എലിച്ച് എന്ന് പറയുന്നത് ടോൾസ്റ്റോയുടെ ക്രിയേഷൻ ആണ്. അലോഷ്യ കാരാമസോവ് എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ ദസ്തോവ്സ്കിയുടെ തന്നെ ബ്രദേഴ്സ് കാരാമസോവിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് എനിവേ ഇൻ ക്രൈം ആൻഡ് പനിഷ്മെന്റ് ഹൂ ഇസ് ദ പ്രൊട്ടഗോണിസ്റ്റ്? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റാസ്കോൾനിക്കോവ് ആണ്. So Raskolnikov is the correct answer. So Crime and Punishment നമുക്കറിയാം it's a novel written by Dostoevsky, Fyodor Dostoevsky. Dostoevsky എന്ന് പറയുന്നത് ഒരു റഷ്യൻ നോവലിസ്റ്റ് ആണ്. ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒരു ലിറ്റററി ജേർണലിലാണ് which is titled as the Russian Messenger. അതുപോലെ തന്നെ ഒരു 12-month ഇൻസ്റ്റാൾമെന്റിൽ 1866 ഈ ഒരു വർക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇതിലെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് റാസ്കോൾനിക്കോവ് ആണ്, ഹൂസ് ഒറിജിനൽ നെയിം ഈസ് റോഡിയോൺ റൊമാനോവിച്ച്. ഹി ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് ദ നോവൽ ഫോക്കസസ് പ്രൈമർലി ഓൺ ഹിസ് പെർസ്പെക്റ്റീവ്. പക്ഷേ ഇതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് പെർസ്പെക്റ്റീവ്സും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വർക്കാണ് ദസ്തോവ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെന്റ്. എസ്പെഷ്യലി നമുക്കറിയാം ഭക്തിനൊക്കെ വരുന്ന ഒരു ടൈമിൽ ഭക്തിന് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ഓഫ് ദിസ് ഡയലോജിസം ആൻഡ് ഹെട്രോഗ്ലോസി ഒക്കെ എടുക്കുന്നത് ദസ്തോവ്സ്കിയുടെ വർക്ക്സിലാണ്. സോ അപ്പം ക്രൈം ആൻഡ് പനിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു നോവല് ഇറ്റ് ആക്ച്വലി ഫോളോസ് ദി മെന്റൽ ആംഗ്വേജ് ഓഫ് ദിസ് ക്യാരക്ടർ കോൾ റാസ്കോൾനിക്കോവ് അല്ലെങ്കിൽ റോഡിയോൺ റാസ്കോൾനിക്കോവ് എന്ന് പറയുന്ന ആളുടെ അയാളുടെ ഒരു മോറൽ ആംഗ്വേജ് ആണ് ക്രൈം ആൻഡ് പനിഷ്മെന്റ് എന്ന് പറയുന്നത്. സോ റാസ്കോൾനിക്കോവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹി വാസ് ആൻ എക്സ് സ്റ്റുഡൻറ് ഇൻ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ആൻഡ് ഹി പ്ലാൻസ് ടു കിൽ ആൻ ഓൾഡ് പോൺ ബ്രേക്കർ. ബിക്കോസ് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വലിയ ഗുണമില്ലാത്ത ആളുകൾ മരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ അത് സഹായിക്കുമെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ക്രൈം എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ആൻഡ് ബിക്കോസ് ദിസ് ഓൺ പോൾ ബ്രോക്കർ ഷീ ഈസ് ആൻ ഓൾഡ് വിമൻ ഹു സ്റ്റോഴ്സ് മണി ആൻഡ് വാല്യുബിൾ ഒബ്ജെക്ട്സ് ഇൻ ഹർ ഫ്ലാറ്റ്. സോ ഹി ബിലീവ് ദാറ്റ് ലൈക്ക് ഈ പോൺ ബ്രേക്കറിനെ കൊല്ലുവാണെങ്കിൽ അയാളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഹി ക്യാൻ ബി പ്രൊഡക്റ്റീവ്, ഹി ക്യാൻ ഡു ഗുഡ് ഫോർ ദി സൊസൈറ്റി എന്നുള്ളൊരു വിശ്വാസത്തിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച് വിത്ത് മണി ഹി കുഡ് ലിബറേറ്റ് ഹിംസെൽഫ് ഫ്രം poverty and go on to perform these great deeds that would help the world or that would help the other individuals. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ തന്നെ കൺവിൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് certain deeds are justifiable if they are committed in order to remove these obstacles of higher glories of an extraordinary man or a superman. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ദസ്തോവ്സ്കിയുടെ ഏത് വർക്കിലാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ക്രൈം ആൻഡ് പനിഷ്മെന്റ് ആണ്. എനിവേ പക്ഷെ അദ്ദേഹം വിചാരിച്ചൊരു രീതിയിൽ ആ ഒരു മർഡർ നടന്നില്ല. വൺസ് എ ക്രൈം ഈസ് ഡൺ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് he got himself into a very wrecked confusion, like ഈ പറയുന്ന ഒരു ഗിൽറ്റ്, റിഗ്രറ്റ്, ടെൻഷൻ, കൺഫ്യൂഷൻ, പാരനോയ, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷനിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിയാണ് റാസ്കോൾനിക്കോവ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ഗിൽറ്റ് ആൻഡ് ഹൊററിന്റെ സ്ട്രഗിളിൽ ഹിസ് ഓൾ ജസ്റ്റിഫിക്കേഷൻസ് വെൻ ലൂസ്. അപ്പൊ അതാണ് ബേസിക്കലി ക്രൈം ആൻഡ് പനിഷ്മെന്റ് എന്ന് പറയുന്നത്. ദസ്തോവ്സ്കിയുടെ വർക്ക്സുകളെല്ലാം തന്നെ നെറ്റിന്റെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രൈം ആൻഡ് പനിഷ്മെന്റ്, അതുപോലെ തന്നെ ബ്രദേഴ്സ് കാരാമസോവ്, ഈ രണ്ട് വർക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും യു ഓൾസോ ഹാവ് ടു
have an idea about the other works like The Idiot, അങ്ങനത്തെയുള്ള വർക്ക്സുകളുടെയൊക്കെ ഒരു റാൻഡം ഐഡിയ നമുക്ക് വേണം. കാരണം ദസ്തോവസ്കി എന്ന് പറയുന്നത് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ വേൾഡ് ലിറ്ററേച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. So now let's look on to the next question. The Metamorphosis is a novella written by which author? The Metamorphosis is a novella written by which author? ഇതിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് 1915 ഫ്രാൻസ് കാഫ്ക പബ്ലിഷ് ചെയ്ത ഒരു നോവേലയാണ്. യു ക്യാൻ ഓൾസോ ബി ആസ്ക്ഡ് ലൈക്ക് what is the genre of the Metamorphosis? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ജോണർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ജോണറിന്റെ ഉള്ളിൽ ഏത് ടൈപ്പാണ്, ലൈക്ക് കമ്മിങ് ഓഫ് ഏജ്, ബിൽഡിംഗ്, സ്ട്രോമൻ, പിക്കാറസ്ക്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. കാരണം വേൾഡ് ലിറ്ററേച്ചറിൽ നിന്നൊക്കെ പൊതുവെ നമ്മളോട് ചോദിക്കുന്ന ഇതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ കമ്മിങ് ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ, The Metamorphosis is a novella written by which author? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് we have ഫ്രാൻസ് കാഫ്ക, തോമസ് മാൻ, ആൽബർട്ട് ക്യാമു, ഹെർമൻ ഹെസെ. ഫ്രാൻസ് കാഫ്ക, തോമസ് മാൻ, ആൽബർട്ട് ക്യാമു ആൻഡ് ഹെർമൻ ഹെസെ. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത് ഫ്രാൻസ് കാഫ്ക 1915 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. ആൻഡ് ദ മെറ്റമോർഫോസിസ്, ദി അതർ ടൈറ്റിൽ ഓഫ് ദിസ് മെറ്റമോർഫോസിസ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ. ആൻഡ് ഇതിലെ മേജർ സ്റ്റോറി എന്ന് പറയുന്നത് Gregor Samsa എന്ന് പറയുന്ന ഒരു സെയിൽസ്മാൻ ആണ്. ആൻഡ് വൺ ഡേ വെൻ ഹി വോക്സ് അപ്പ് ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് ട്രാൻസ്ഫോം ടു എ ജയന്റ് ഇൻസെക്ട്. ആൻഡ് ആ ഒരു കണ്ടീഷനുമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഈ പറയുന്ന മെറ്റമോർഫോസിസിൻ്റെ മേജർ പ്ലോട്ട് ലൈൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ മെറ്റമോർഫോസിസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താണ്, ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ ഡാർക്ക് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഹ്യൂമൻ കണ്ടീഷൻസിൻ്റെ ഒരു ഡാർക്ക് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വർക്കാണ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കാഫ്കയുടെ എല്ലാ വർക്കുകളും നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ട്രയലിൽ നിന്നൊക്കെ ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ട്രയലിൽ നിന്നും ദ കാസിൽ നിന്നും എല്ലാം ഫിഗർ ഔട്ട് ചെയ്യാം. സോ സിമിലർലി ദിസ് നോവല ദ മെറ്റമോർഫോസിസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ബൈ ഫ്രാൻസ് കാഫ്ക. അപ്പോൾ കാഫ്ക കൂടുതലും കാഫ്കയുടെ ഒരു തീം എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അബ്സർഡിസം, അതെല്ലാമാണ്. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് the significance of each works in world literature. കാരണം ഈ പറഞ്ഞതുപോലെ വേൾഡ് ലിറ്ററേച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ലിറ്ററേച്ചർ സ്പെസിഫിക്കലി നമ്മൾ എടുക്കുകയാണെങ്കിൽ കാഫ്ക ഹാസ് ഗോട്ട് എ വെരി ഗ്രേറ്റ് റോൾ വെൻ ഇറ്റ് കംസ് ടു ദിസ് എക്സ്പെരിമെന്റൽ ടൈപ്പ് ഓഫ് റൈറ്റിംഗ്. സോ ഫ്രാൻസ് കാഫ്കയുടെ ദ മെറ്റമോർഫോസിസിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. Now coming to the next question, which novel begins with the line, "It was a bright cold day in April and the clocks were striking 13"? Which novel begins with the line, "It was a bright cold day in April and the clocks were striking 13"? നിങ്ങളൊരു 2012 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, there are certain first lines that are important when it comes to fiction and also poetry or drama. ഫസ്റ്റ് ലൈൻസും ലാസ്റ്റ് ലൈൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സുകളുണ്ട്. അതിലൊരു വർക്കാണ് ആക്ച്വലി, ഇഫ് യു ഹാവ് ദിസ് ടൈം ജസ്റ്റ് ഗോ ഫോർ ഓൾ ദി ഫസ്റ്റ് ലൈൻസ് ഓഫ് ദീസ് നോവൽസ് ബിക്കോസ് എവറി നോവൽസ് ഹിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. എനിവേ ഇതിൽ ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് 1984. It was a bright cold day in April and the clocks were striking 13. So the first line is taken from 1984. സോ 1984 അതുപോലെ ഈ പറഞ്ഞതുപോലെ നെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതൊരു ഡിസ്റ്റോപ്പിയൻ നോവലാണ്. ഇറ്റ്സ് എ കോഷണറി ടെയിൽ. ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ജോർജ് ഓർവെൽ ആണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1949. അപ്പം ആ ഒരു ടൈമിൽ പോസ്റ്റ് മോഡേൺ ഏജിൻ്റെയൊക്കെ ടോട്ടാലിറ്റേറിയനിസം, മാസ് സർവൈലൻസ്, റിഗ്രസീവ് റെജിമെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ബിഹേവിയറിസം വിത്തിൻ സൊസൈറ്റി, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വർക്കാണ് 1984 എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജോർജ് ഓർവെലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജോർജ് ഓർവെൽ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹീസ് എ സ്റ്റാഞ്ച് ബിലീവർ ഇൻ ഡെമോക്രാറ്റിക് സോഷ്യലിസം. അതുപോലെ തന്നെ ഒരു ആന്റി സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റിന്റെ മെമ്പറുമായിരുന്നു ജോർജ് ഓർവെൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഹി മോഡൽ ദ ബ്രിട്ടീഷ് അണ്ടർ അതോറിറ്റേറിയൻ സോഷ്യലിസം ഇൻ ദി നോവൽ ഇൻ ദ നോവൽ ഓൺ ദി സോവിയറ്റ് യൂണിയൻ ഇൻ ദ ഇറ ഓഫ് സ്റ്റാലിനിസം. അതായത് സ്റ്റാലിനിസം വരുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടാലിറ്റേറിയനിസവും അതിൻ്റെ പ്രോബ്ലംസും ലാക്ക് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസി, ഇതെല്ലാമാണ് 1984 ജോർജ് ഓർവെൽ
എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹി ഓൾസോ സ്പീക്സ് അബൌട്ട് ദി പ്രോബ്ലംസ് ഓഫ് സെൻസർഷിപ്പ്, അതുപോലെ തന്നെ എന്താണ് നാസി റെജീമിലുള്ള പ്രൊപ്പഗാൻഡാസ്, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ബേസിക്കലി ഒരു ട്രൂത്തും എങ്ങനെയാണ് ആ ട്രൂത്ത് ആൾക്കാരിലോട്ട് എത്തുമ്പം അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും, അതാണ് നമുക്ക് 1984 ഒരു മേജർ തീമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദ സ്റ്റോറി ഇറ്റ് ഈസ് സെറ്റ് ഇൻ ആൻ ഇമാജിൻ ഫ്യൂച്ചർ. അതിൻ്റെ ടൈം അത്ര സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സിൻസ് ദ ടൈറ്റിൽ ഈസ് 1984, ഇറ്റ് ഈസ് ബിലീവ് ടു ബി സെറ്റ് ഇൻ 1984. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും വരുന്നതെന്ന് പറയുന്നത്. ആൻഡ് മച്ച് ഓഫ് ദി വേൾഡ് ഈസ് ഇൻ എ പെർപ്പച്വൽ വാർ. ഒരു പെർപ്പച്വൽ വാറിലാണ് ഈ ഒരു വേൾഡും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. ആൻഡ് ഗ്രേറ്റ് ബ്രിട്ടന്റെ പേര് ഈ ഒരു ടൈം കൊണ്ട് മാറ്റി എയർ സ്ട്രിപ്പ് 1 എന്നാണ് ഗ്രേറ്റ് ബ്രിട്ടനെ ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് ഈ പറയുന്ന പോലെ ഒരു ടോട്ടാലിറ്റേറിയൻ സൂപ്പർ സ്റ്റേറ്റ്, ഓഷ്യേനിയ എന്ന് പറയുന്ന ഒരു ടോട്ടാലിറ്റേറിയൻ സൂപ്പർ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കൺട്രി ആയിട്ടാണ് ഈ പറയുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ എയർ സ്ട്രിപ്പ് 1നെയും കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് ദ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ബിഗ് ബ്രദർ ആക്ച്വലി അതിൻ്റെ അകത്തൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റ് ആണെങ്കിൽ ശരിക്കും അതൊരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ് ദ ബിഗ് ബ്രദർ എന്ന് പറയുന്നത്. ബിക്കോസ് ദിസ് ബിഗ് ബ്രദർ ഈസ് ലൈക്ക് ഒരു ഡിക്ടോറിയൽ ലീഡർ ആണ് ഹു ഈസ് സപ്പോർട്ടഡ് ബൈ ആൻ ഇന്റൻസ് കൾട്ട് ഓഫ് പേഴ്സണാലിറ്റി. ആൻഡ് ഈ ഒരു പേഴ്സണാലിറ്റി മാനുഫാക്ചർ ചെയ്യുന്നത് ഈ പാർട്ടിയുടെ തോട്ട് പോലീസ് ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ബിഗ് ബോസ് ഇസ് ആക്ച്വലി എ വെരി കോമൺ തിങ് ഇൻ അവർ മീഡിയ. അപ്പോൾ ഈ ബിഗ് ബോസ് ചെയ്യുമ്പം അവിടെ ആ ബിഗ് ബോസിന്റെ വോയിസിന് ഒരു അതോറിറ്റേറ്റീവ് പാറ്റേണും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ വ്യക്തി കൊടുക്കുന്ന വോയിസ് അത് അയാളുടേത് മാത്രമല്ല. അതിന് പിന്നിൽ ഇവിടെ എന്തൊക്കെയാകാൻ പാടില്ല, ഇതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ സിസ്റ്റമാണ് ശരിക്കും ഈ പറയുന്ന ബിഗ് ബോസിനെ നിയന്ത്രിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും. അപ്പം അതായത് ബിഗ് ബോസിനെ ഈ സിസ്റ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ ഈ ബിഗ് ബ്രദറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പാർട്ടിയുടെ തോട്ട് പോലീസ് ആണ്. സോ ഈ പാർട്ടി ദസ് എൻഗേജസ് ഇൻ ആൻ ഓംനി പ്രസന്റ് ഗവൺമെന്റ് സർവൈലൻസ്. അതായത് 24/7 ഇവിടെ ഒരു ഗവൺമെന്റ് സർവൈലൻസ് നടക്കുവാണ്. അപ്പൊ ഈ സർവൈലൻസിന്റെ മാനദണ്ഡമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് തീരുമാനിക്കുന്നത് ദർ ഈസ് ഹിസ്റ്റോറിക്കൽ നിഗോഷ്യനിസം, ദർ ഈസ് മിനിസ്ട്രി ഓഫ് ട്രൂത്ത്, ദർ ഈസ് എ കോൺസ്റ്റന്റ് പ്രൊപ്പഗാൻഡ. അങ്ങനെ ഇൻഡിവിജ്വാലിറ്റീനെ പെർസിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിനെ പെർസിക്യൂട്ട് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു സർവൈലൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1984 കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ലാസിക്കൽ ലിറ്റററി എക്സാമ്പിൾ ആണ് ഫോർ ദിസ് പൊളിറ്റിക്കൽ ആൻഡ് ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫ്രം എ മോഡേൺ പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ തന്നെ ഒരുപാട് ടേംസും കാര്യങ്ങളും ഒക്കെ 1984 വരുന്നുണ്ട്. കാരണം ലൈക്ക് വി യൂസസ് ദിസ് ടേം ഓർവേലിയൻ ആസ് ആൻ അഡ്ജക്റ്റീവ്. അതുപോലെ തന്നെ അത് പിന്നീട് ഒരു കോമൺ യൂസേജ് ആയിട്ട് മാറുന്ന കാണാം. അതുപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ബിഗ് ബ്രദർ, ഡബിൾ തിങ്ക്, തോട്ട് പോലീസ്, തോട്ട് ക്രൈം, ന്യൂസ് സ്പീക്ക്, 2+2=5. ഇതെല്ലാം ഈ പറയുന്ന 1984 നിന്ന് വന്നിട്ടുള്ള ടേംസ് ആണ്. അപ്പം നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പം ഈ പറയുന്ന ഇതിൽ കോയിനേജ് ചെയ്ത് പിന്നെ പോപ്പുലർ യൂസേജിലോട്ട് വന്നിട്ടുള്ള ഫ്രേസസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. So now moving to the next question. The Stranger is a novel by which existentialist writer? The Stranger is a novel by which existential writer? അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒന്ന് നോക്കുക. വാട്ട് ഈസ് എക്സിസ്റ്റൻഷ്യലിസം? എക്സിസ്റ്റൻസ് പ്രസീഡ്സ് എസെൻസ്. അതാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. എങ്ങനെയോ ലൈക്ക് ഒരു പർപ്പസ് ഇല്ലാതെ, ഒരു മോറൽ പർപ്പസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു എസെൻസ് കണ്ടുപിടിക്കാൻ പറ്റാതെ നിൽക്കുന്ന, മീനിങ്ലെസ് ആയിട്ട് ലൈഫിനെ കാണുന്ന, പേർപ്പസ്ലെസ് ആയിട്ട് ലൈഫിനെ കാണുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. സോ അപ്പം എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ഒരു പീക്ക് എക്സാമ്പിൾ ആണ് ദ സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. ദ സ്ട്രേഞ്ചർ, ദ പ്ലേഗ്, ദ മിത്ത് ഓഫ് സിസിഫസ്, അതെല്ലാം ഈ പറയുന്ന ഒരു എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് ദി ഓതർ ഓഫ് ദി വർക്ക് ദി സ്ട്രേഞ്ചർ? നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ജോൺ പോൾ സാർത്രെ, സിമോൺ ഡെ ബുവ,
Albert Camus, Fyodor Dostoevsky. So the correct answer here is Albert Camus. Albert Camus ആണ് The Stranger ന്റെ author. അപ്പോൾ from the very question itself, it's very clear that Albert Camus is an existential writer. അതുപോലെ തന്നെ 1957 നൊബേൽ പ്രൈസ് ലോറിയേറ്റുമായിരുന്നു ആൽബർട്ട് ക്യാമു എന്ന് പറയുന്നത്. And he received that Nobel Prize at the age of 44, which makes him the second youngest recipient in history to won the Nobel Prize. അപ്പം ആ ഒരു കാര്യം കൂടി ഓർക്കുക ആൽബർട്ട് ക്യാമുവിനെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫ്രാൻസ് കാഫ്ക പോലെ തന്നെയാണ് ആൽബർട്ട് ക്യാമുവും വേൾഡ് ലിറ്ററേച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക്സ് ആണ് ദ സ്ട്രേഞ്ചർ, ദ പ്ലേഗ്, ദ മിത്ത് ഓഫ് സിസിഫസ്, ദ ഫോൾ ആൻഡ് ദ റിബെല്യൻ. സോ ഇതിൽ ദ സ്ട്രേഞ്ചർ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1942 എക്സിസ്റ്റൻഷ്യൽ ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ ക്ലാസിക്കൽ വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് ആൽബർട്ട് ക്യാമുവിന്റെ ദ സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. Move to the next question, that is the sixth question. Who is the author of the novel Things Fall Apart? നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ the very first idea that we gets about this post colonial literature is the novel Things Fall Apart written by Chinua Achebe. കാരണം നമ്മൾ ആഫ്രിക്കൻ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ we can say that post colonial literature it classically begins with this Things Fall Apart. Okay, Chinua Achebe Things Fall Apart ലാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന്റെ ഒരു ബിഗിനിങ് തന്നെ നമ്മൾ verbally പറയുന്നത്. So the question is, who is the author of the novel Things Fall Apart? And the options are Walt Soyinka, Chinua Achebe, Ngugi wa Thiong'o and Ben Okri. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷൻസിൽ അതായത് ഈ 4 ഓതേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ 4 പേരുടെയും പല വർക്ക്സുകളായിട്ടൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഓൾറെഡി പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർ ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്ററിനെ വിട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടില്ല എങ്കിൽ മേക്ക് ഷുവർ യു ഗോ ത്രൂ ദം അഗൈൻ. Okay, so who is the author of the novel Things Fall Apart? And we know the correct answer is Chinua Achebe. So Chinua Achebe എന്ന് പറയുന്ന ഒരു നൈജീരിയൻ നോവലിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, ക്രിട്ടിക് ആണ്. He is regarded to be one of the central figure of modern African literature. ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ ചിനുവ അച്ചീബയാണ്. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് തിങ്സ് ഫോൾ അപ്പാർട്ട്, തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ ട്രിലോജിയിലെ ഫസ്റ്റ് വർക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിബേറ്റ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലുമാണ്. സോ റിമെമ്പർ ദീസ് തിങ്സ്. തിങ്സ് ഫോൾ അപ്പാർട്ട് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1958. ദിസ് ഇസ് ദ ഫസ്റ്റ് വർക്ക് ഓഫ് ആൻ ആഫ്രിക്കൻ ട്രിലോജി വിച്ച് ഹാസ് അതർ 2 വർക്ക്സ്. നോ ലോങ്ങർ ഇറ്റ് ഈസ് 1960, ആരോ ഓഫ് ഗോഡ് 1964. അപ്പം ഈ ഒരു 3 ഇതൊരു തവണ നെറ്റിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ട്രിലോജിയിൽ വരാത്ത വർക്കുകൾ ഏതൊക്കെയാണ്. സോ വി ഹാവ് തിങ്സ് ഫോൾ അപ്പാർട്ട് 1958, ഫോളോഡ് ബൈ നോ ലോങ്ങർ ഇറ്റ് ഈസ് 1960 ആൻഡ് ആരോ ഓഫ് ഗോഡ് 1964. സോ അപ്പോൾ ഇവിടെ ഇഗ്ബോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രീ കൊളോണിയൽ ലൈഫിൽ ഒക്കോങ്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. സോ ഒക്കോങ്കോ ഈസ് ആക്ച്വലി എ വെരി എന്താ പറയുക ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ഇൻ ദിസ് ഇഗ്ബോ ക്ലാൻ. ഇഗ്ബോ ക്ലാൻ എന്ന് പറയുന്ന ഉമോഫിയയിലെ ഒരു ക്ലാൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ he is a very feared wrestler, a local wrestling champion. He is actually a person who has much voice both in his household and also in the land. And നമ്മൾ ഈ ഒരു നോവൽ എടുക്കുകയാണെങ്കിൽ this novel is basically split into 3 parts. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ you will get a description about the family of Okongo, how majestic he is, how much of a patriarchal figure he is. നമുക്ക് ആ ഒരു ഫാമിലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഹിസ്റ്ററിനെ കുറിച്ചും ഒരു ടോർച്ചേർഡ് സോൾ ആണ് അദ്ദേഹം, എന്നാലും അദ്ദേഹത്തിന്റെ ഒരു വയലന്റ് എക്സ്റ്റീരിയറിനെ കുറിച്ചും എല്ലാം നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദി കസ്റ്റംസ് ആൻഡ് ദി പ്രാക്ടീസസ് ഓഫ് ദിസ് ഇഗ്ബോ സൊസൈറ്റി. സിമിലർലി സെക്കൻഡ് ആൻഡ് തേർഡ് സെക്ഷൻ വരുമ്പോഴാണ് ഇങ്ങോട്ട് കൊളോണിയലിസം വരുന്നതും. കൊളോണിയലിസത്തിന് മുൻപ് കൊളോണിയലിസം ഇൻ ദി സെൻസ് 2 രീതിയിലാണ്. ഒന്ന് മിഷണറി ആയിട്ടും രണ്ടാമത്തത് ഈ പറയുന്ന ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റ് ആയിട്ടുമാണ്. ആൻഡ് ഹൗ ഇറ്റ് അഫക്ട്സ് ഹിസ് ഫാമിലി, ഹൗ ഇറ്റ് അഫക്ട്സ് ഹിസ് കമ്മ്യൂണിറ്റി, ഇതെല്ലാമാണ് തിങ്സ് ഫോൾ അപ്പാർട്ടിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഫൈൻഡ് ദിസ് majestic patriarchal figure. At the end of the novel, he hangs himself not to get captured by the Europe, by the British settlers. And you can say that ആ ഒരു ഒക്കോങ്കോനെ ആരും ആ ഒരു എന്താണ് മരത്തിൽ നിന്ന് എടുക്കാനായിട്ട് വരുന്നില്ല. So this person who actually deserves a entire work, but when it comes to the work of a British man, he just gets a passage. അപ്പം ആ ഒരു lack of representation ആണ് ചിനു അച്ചീബെ തിങ്സ് ഫോൾ അപ്പാർട്ടിൽ പറയുന്നത്. അപ്പോൾ തിങ്സ് ഫോൾ അപ്പാർട്ടിൽ ഓർക്കേണ്ടത് ഏത് സൊസൈറ്റിയാണ്, അതിലെ മെയിൻ ആയിട്ടുള്ള characters എന്തൊക്കെയാണ്, what happens to these characters at the end of the novel, all these are important. So that is about Chinua Achebe. Moving to the next novel, next question, the 7th question.
In which novel does the character Humbert appear? In which novel does the character Humbert appear? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് we have Lolita, Pale Fire, Invitation to a Beheading, Ada or Adder. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ഹംബർട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ഏതിലാണ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലൊലീറ്റയിലാണ് ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത്. സോ ലൊലീറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്ളാഡിമിർ നെബോക്കോവിന്റെ ഒരു 1955 നോവലാണ് ലൊലീറ്റ എന്ന് പറയുന്നത്. വ്ളാഡിമിർ നബോക്കോ എന്ന് പറയുന്നത് ഒരു റഷ്യൻ അമേരിക്കൻ നോവലിസ്റ്റ് ആണ്. ആൻഡ് ദ പ്രോബ്ലം റിഗാർഡിംഗ് ലൊലീറ്റ വാസ് ദാറ്റ് it addresses the most controversial topic of all time, that is hebephilia. അതായത് ഈ പറയുന്ന വലിയ ആളുകൾക്ക് പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് തുടങ്ങുന്ന പെൺകുട്ടികളോട് തോന്നുന്ന ഒരു സെക്ഷൽ അട്രാക്ഷൻ, നോട്ട് ജസ്റ്റ് ഫീമെയിൽ ടു എനി ജെൻഡേഴ്സ്, അതിനെയാണ് നമ്മൾ ഹിബിഫീലിയ എന്ന് പറയുന്നത്. അപ്പം അത്രയും കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാബു ആയിട്ട് റിഗാർഡ് ചെയ്യുന്ന ഒരു ഒരു ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു ലൊലീറ്റ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിലെ മേജർ ക്യാരക്ടർ ആണ് ഹംബർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് നോവൽ ഇറ്റ് ഈസ് നറേറ്റഡ് ബൈ ദിസ് ഹംബർട്ട്. സോ ഹംബർട്ട് ഈസ് ആക്ച്വലി എ ഫ്രഞ്ച് ലിറ്ററേച്ചർ പ്രൊഫസർ. അദ്ദേഹം ന്യൂ ഇംഗ്ലണ്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്യൂഡോണിം ആണ് ഹംബർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വാസ് നോട്ട് ഹിസ് ഒറിജിനൽ നെയിം, ദാറ്റ്സ് എ സ്യൂഡോണിം ദാറ്റ് ഹി writes for his literature. And അദ്ദേഹത്തിന് he has got this great dirty obsession to a 12-year-old Dolores Hayes who he kidnaps and sexually abuses after becoming her stepfather. അപ്പോൾ ഇയാള് ആ പെൺകുട്ടീനെ ഒരു സ്നേഹത്തോടെയല്ല പ്രൈവറ്റ്ലി വിളിക്കുന്ന ഒരു ടേം ആണ് ലൊലീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സ്പാനിഷ് നിക്നെയിം ദാറ്റ് this guy gives to Lolita. And this novel, it's narrated by Humbert എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു റിഡിൽ രീതിയിലാണ്, അതായത് വേർഡ് പ്ലേ, അമേരിക്കൻ കൾച്ചറിനെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ, ആ ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം ഈ ഒരു വർക്കിനെ നറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ലൊലീറ്റയുടെ ഒരു റൈറ്റിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദിസ് ഡബിൾ എൻട്രീസ്, മൾട്ടി ലിംഗ്വൽ പൺസ്, അതുപോലെ തന്നെ അനാഗ്രംസ്, കോയിനേജ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 12-year-old നിംഫെറ്റ് എന്നൊക്കെ പറയുന്ന ടേം ഈ ഒരു വർക്കിലാണ് ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് എനിവേ അദ്ദേഹത്തിന് അതുപോലെ തന്നെ വ്ളാഡിമിർ നെബോക്കോവിന്റെ ബാക്കി വർക്ക്സുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു മെമ്മോയർ ആയിരുന്നു സ്പീക്ക് മെമ്മറി എന്ന് പറയുന്നത്. ദിസ് ഈസ് റിഗാർഡഡ് ടു ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നോൺ ഫിക്ഷൻ ഓഫ് പോസ്റ്റ് മോഡേൺ ഏജ്. അത് 1951 അദ്ദേഹത്തിന്റെ മെമ്മോയർ പബ്ലിഷ് ചെയ്യുന്നത്, സ്പീക്ക് മെമ്മറി. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള അടുത്തൊരു നോവലാണ് പെയിൽ ഫയർ. 1962 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് പെയിൽ ഫയർ എന്ന് പറയുന്നത്. സോ റിമെമ്പർ ഓൾ ദീസ് സ്റ്റഫ്സ് അബൌട്ട് വ്ളാഡിമിർ നെബോക്കോവ്.
Moving to the next question, who wrote The Sound and the Fury? Okay, who wrote The Sound and the Fury? The options given here are William Faulkner, Ernest Hemingway, John Steinbeck, F. Scott Fitzgerald. അപ്പോൾ ഒരു കാര്യം ഓർക്കണ്ടേ, ഈ 4 ഓതേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഓതേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം എനി ഓഫ് ദ വർക്ക്സ്. അപ്പം ഇതിൽ 4ഉം ഓൾ ഓഫ് ദം ബിലോങ് ടു അമേരിക്കൻ ലിറ്ററേച്ചർ. ഇതിൽ 4 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. And anyway, the first, the answer who wrote The Sound and Fury is William Faulkner. William Faulknerന്റെ Sound and Fury മാത്രമല്ല, എല്ലാ വർക്കുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ വില്യം ഫോക്നറുടെ വർക്ക്സുകളെല്ലാം ക്രൊണോളജിക്കൽ ഓർഡറിൽ എടുക്കുക. ഈച്ച് വർക്കിനെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ആസ് എ ലേ ഡൈങ് എപ്സിലോം എവറി വർക്ക് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. So about William Faulkner, he's an American writer who is known for his novels and short stories. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പം നമ്മൾ R.K. നാരായണന് മാൽഗുഡി പോലെ അല്ലെങ്കിൽ തോമസ് ഹാഡിക്ക് വെസെക്സ് പോലെ അദ്ദേഹത്തിനൊരു ഫിക്ഷണൽ സെറ്റിംഗ് ഉണ്ട്. ആൻഡ് ഫിക്ഷണൽ സെറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ യോക്നാപാത്വ കൗണ്ടി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ മിസിസിപ്പി, where he spent most of his life. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഈ ഒരു സ്ഥലം വില്യം ഫോക്നറുമായിട്ട് വരാം. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദി നോവൽ സൗണ്ട് ആൻഡ് ദ ഫ്യൂരി എന്ന് പറയുന്നത് ജെഫേഴ്സൺ ഈ പറയുന്ന മിസിസിപ്പിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. ആൻഡ് ഈ ഒരു നോവലിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് ദിസ് കോംസൺ ഫാമിലി. കോംസൺ ഫാമിലി എന്ന് പറയുന്നത് ഒരു സദേൺ അരിസ്റ്റോക്രാറ്റ്സ് ആണ്, ഹൂ ആർ സ്ട്രഗ്ലിംഗ് ടു ഡീൽ വിത്ത് ദി ഡെസൊല്യൂഷൻ ഓഫ് ദി ഫാമിലി ആൻഡ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. അതായത് തിരിച്ചു വരുന്ന ഈ പറയുന്ന ഒരു അരിസ്റ്റോക്രസിയുടെ ഒരു ഡീജനറേഷനും അവരുടെ ആ ഒരു സോഷ്യൽ മോറൽ വാല്യൂസിൻ്റെ ഒക്കെ ഒരു ഫോളിങ്ങും അതൊക്കെയാണ് ബേസിക്കലി വില്യം ഫോക്നറിന്റെ സൗണ്ട് ആൻഡ് ഫ്യൂരി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് നോവൽ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു 4 നറേറ്റീവ്സ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1928 April 7th ആ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള കോൺസിക്വന്റ് തോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് റിട്ടേൺ ഇൻ ദി വോയിസ് ഓഫ് ഓർ റിട്ടേൺ ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ബെഞ്ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബെഞ്ചമിൻ കോംസൺ എന്ന് പറയുന്ന ഒരു ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു 33-year-old മാനിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഇതിന്റെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ബെഞ്ചി ഒരു മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇതിന്റെ നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഡിസ്ജോയിന്റഡ് നറേറ്റീവ് സ്റ്റൈലാണ് വിത്ത് എ ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി. കാരണം നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എത്രത്തോളം ശരിയാണ് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ലാബ്സും നമുക്ക് ഈ ഒരു വർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു നറേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിലെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് 1910. ഇതിന്റെ മേജർ നറേറ്റർ എന്ന് പറയുന്നത് ക്വെന്റിൻ കോംസൺ ആണ്. ക്വെന്റിൻ കോംസൺ എന്ന് പറയുന്നത് ബെഞ്ചിയുടെ ഓൾഡർ ബ്രദർ ആണ്. ആൻഡ് ഹി നറേറ്റ്സ് അബൌട്ട് ദി ഇവന്റ്സ് ദാറ്റ് ലീഡ്സ് അപ് ടു ഹിസ് സൂയിസൈഡ്. അപ്പം ഈ ഒരു സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇവിടെയും ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ലാബ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് April 6th, അതായത് ബെഞ്ചി പറഞ്ഞിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിന്റെ ഒരു ദിവസം മുൻപ്, അത് 7th ആണെങ്കിൽ ഇത് April 6th ആണ്. ആൻഡ് ഈ ഒരു നറേഷൻ പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ജെയ്സൺ ആണ്. ജെയ്സൺ എന്ന് പറയുന്നത് ക്വെന്റിന്റെ യങ്ങർ ബ്രദർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എ തേർഡ് സെക്ഷൻ. ഇതിലെ ഫോർത്ത് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ശേഷം, അതായത് April 8th ആണ്. ഇവിടെയാണ് ഫോക്നർ ഒരു തേർഡ് പേഴ്സൺ ഒംനിസിയൻ പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കുന്നത്. ഇതിന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഡിൽസെ എന്ന് പറയുന്ന അവരുടെ മെയ്ഡും ആ മെയ്ഡിന്റെ ഗ്രാൻഡ് സണ്ണുമാണ്. ആൻഡ് ദിസ് ഗ്രാൻഡ് സൺ ഈസ് ബേസിക്കലി ദ ടേക്ക് കെയർ ഓഫ് ബെഞ്ചി. അപ്പൊ ആ ഒരു പോയിന്റ് ആണ്. സോ അപ്പൊ കോംസൺ ഫാമിലിയിലെ ബ്ലാക്ക് സെർവൻസ് ആണ് ഡിൽസയും ഡിൽസയുടെ ഗ്രാൻഡ് സണ്ണും. അപ്പൊ അവരുടെ ആ ഒരു പോയിന്റും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ സൗണ്ട് ആൻഡ് ദ ഫ്യൂരിയിൽ ഈ പറയുന്ന 4 പേരുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കുണ്ടെങ്കിലും 4 പേരും പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും സിസ്റ്റർ ആയിട്ടുള്ള കാൻറ്റി എന്ന് പറയുന്ന സിസ്റ്ററിന്റെ പ്രോബ്ലംസും ഹൗ ഷീ എലോപ്ഡ് ആൻഡ് ഹൗ ദാറ്റ് ബ്രോട്ട് misfortune to this family. അതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നീട് 1945 ഫോക്നർ ഇതിനൊരു അപ്പൻഡിക്സും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് ടൈറ്റിൽഡ് ആസ് ദിസ് കോംസൺ അപ്പൻഡിക്സ്. അതിൽ ഈ പറയുന്ന പോലെ സൗണ്ട് ആൻഡ് ഫ്യൂരിയുടെ ഫ്യൂച്ചർ പ്രിന്റിങ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആൻഡ് ദിസ് വാസ് ആക്ച്വലി എ ഫാമിലി ഹിസ്റ്ററി ഓഫ് കോംസൺ ഫാമിലി ഫ്രം 1699 to 1945. അപ്പൊ അതാണ് വില്യം ഫോക്നറിന്റെ സൗണ്ട് ആൻഡ് ദ ഫ്യൂരിയുടെ ഒരു ബേസിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്.
Moving to the next question, who wrote the play Waiting for Godot? Waiting for Godot നമുക്കറിയാം സാമുവൽ ബെക്കറ്റിന്റെ വർക്ക് ആണ്. ഈ പറഞ്ഞതുപോലെ ഈ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള 4 റൈറ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഏത് വർക്ക്സിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അബൌട്ട് സാമുവൽ ബെക്കറ്റ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ഗോദോ അസേർഷൻ റീസൺ വരെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ബി വെൽ പ്രിപ്പയർഡ് അബൌട്ട് വെയിറ്റിംഗ് ഫോർ ഗോദോ. പക്ഷെ അതല്ലാതെ ഹാരൽ പിന്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു എക്സാമിന് തന്നെ ചോദിക്കാൻ മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് ഹാരൽ പിന്റർ. സോ പിന്ററിനെ കുറിച്ചും സാമുവൽ ബെക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു വീഡിയോസും കൂടി ഒന്ന് കാണാനായിട്ട് നോക്കുക. സോ ഹൂ റോട്ട് ദ പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോദോ? ദ കറക്റ്റ് ആൻസർ ഈസ് സാമുവൽ ബെക്കറ്റ്. സാമുവൽ ബെക്കറ്റ് ആണ് ഇതിന്റെ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ സ്പീക്കിംഗ് അബൌട്ട് സാമുവൽ ബെക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഓതർ ആണ്, ഒരു ക്രിട്ടിക് ആണ്, പ്ലേ റൈറ്റ് ആണ്. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഹി വൺ ദി നൊബേൽ പ്രൈസ് ഇൻ 1969 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ഫ്രഞ്ചിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോയാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് വെയിറ്റിംഗ് ഫോർ ഗോദോ അല്ലാതെ അദ്ദേഹത്തിന്റെ എല്ലാ പ്ലേസും ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കാനായിട്ട് നോക്കുക, ഇൻക്ലൂഡിംഗ് മർഫി, വാർഡ്, മൊലോയി, മെലോനി, ഡൈസ്, പിന്നെ ദ അൺനെയിമബിൾ, വെയിറ്റിംഗ് ഫോർ ഗോദോ, എൻ ഗെയിം, ക്രാബ്സ് ലാസ്റ്റ് സ്റ്റേപ്പിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഹൗ ഇറ്റ് ഈസ്, ഹാപ്പി ഡേയ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇൻഡെപ്ത് ആയിട്ട് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് വെയിറ്റിംഗ് ഫോർ ഗോദോയും എൻ ഗെയിമും അതുപോലെ തന്നെ ക്രാബ്സ് ലാസ്റ്റ് സ്റ്റേപ്പും ആണ്. പിന്നെ അതുപോലെ തന്നെ സാമുവൽ ബെക്കറ്റിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് എടുക്കുകയാണെങ്കിൽ മൂവിംഗ് ഓൺ, ഹി ബിക്കേം ഇൻക്രീസിംഗ്ലി മിനിമലിസ്റ്റ് ആസ് ഹിസ് കരിയർ പ്രോഗ്രസ്, ഇവോൾവിംഗ് മോർ എസ്തെറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റ് എക്സ്പെരിമെന്റേഷൻ. അതിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്, റെപ്പറ്റീഷൻ ഉണ്ട്, സെൽഫ് റെഫറൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കാണാനായിട്ട് പറ്റും. സോ വെയിറ്റിംഗ് ഫോർ ഗോദോ എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഇതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വ്ളാഡിമിർ, ഹു ഇസ് ഓൾസോ നോൺ ആസ് ദീദി, ആൻഡ് എസ്ട്രജൻ, ഹു ഇസ് ഓൾസോ നോൺ ആസ് ഗോഗോ. അപ്പം വ്ളാഡിമിർ ആൻഡ് എസ്ട്രജൻ ആണ്. ദേ എൻഗേജ് ഇൻ വേരിയസ് ഡിസ്കഷൻസ്, meaningless discussions and engagements while they are waiting for this titular character called Godot, who never appears. So അതുകൊണ്ടാണ് പറയുന്നത് nobody comes, nobody goes, nothing happens, it's awful. So that is basically a definition of existentialism. Nothing happens here and it's awful. Okay, so same thing ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സെറ്റിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ മിനിമൽ ആണ്. 2 men, they are waiting at a country road by a tree and that's it. And it has got very minimal number of characters, like 4 or 5 characters including the dog. അത്രേ ഉള്ളൂ basically waiting for Godot എന്ന് പറയുന്നത്. That is waiting for Godot by Samuel Beckett. Now the 10th question, which Japanese author wrote Norwegian Wood? Which Japanese author wrote Norwegian Wood? ഞാൻ ഈ ജാപ്പനീസ് ഓതേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ നമുക്ക് മേർജ് ചെയ്ത സൈക്കിളിൽ, അതായത് 2020 ശേഷം കോവിഡ് കാരണം മേർജ് ചെയ്ത് വന്നിട്ടുള്ള എക്സാമിനേഷനിലൊക്കെ ഈ പറയുന്ന ജാപ്പനീസ് ഓതേഴ്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കി പോകാനായിട്ടൊന്നും പോസിബിൾ അല്ല. സോ അപ്പം ജസ്റ്റ് മെയിൻ ആയിട്ടുള്ളത് മാത്രം ഒന്ന് നോക്കുക. സോ വിച്ച് ജാപ്പനീസ് ഓതർ റോട്ട് നോർവീജിയൻ വുഡ്? Okay, and the options given here are Haruki Murakami, Yukio Mishima, Kenzaburo Oi, and Banana Yoshimoto. So these are the options that we are given, and the work is Norwegian Wood. The correct answer is option A, Haruki Murakami. Norwegian Wood എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് ഹറൂക്കി മുറാക്കാമി ആണ്. ഹറൂക്കി മുറാക്കാമി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഓതർ ആണ്. ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1987 ഇതൊരു ബൂർഷ്വാ സെക്ഷുവാലിറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് ലോസിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു നൊസ്റ്റാൾജിക് നോവലാണ്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് 1960s ടോക്കിയോ ആണ്. ആൻഡ് ഇതിലെ മേജർ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ടൊറു വട്ടനാബെ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആണ്, ഹു ഈസ് ഡീപ്ലി എഫക്റ്റഡ് ബൈ ദ സൂയിസൈഡ് ഓഫ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നോവലിന്റെ ടൈറ്റിൽ, അതായത് നോർവീജിയൻ വുഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത് നോർവീജിയൻ വുഡ്, അതായത് ദ ബേർഡ് ഹാസ് ഫ്ലോൺ എന്ന് പറയുന്ന ദ ബീറ്റിലിന്റെ ഒരു സോങ്ങിൽ നിന്നാണ് ബേസിക്കലി ഈ ഒരു ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. ആ ടൈറ്റിലിന് അതിന്റെ സ്റ്റോറിനെയും തീമിനും എല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു നോവലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ ബ്ലെൻഡ് ഓഫ് മാജിക് റിയലിസം ആൻഡ് സർ റിയലിസം. അതുപോലെ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഒക്കെയാണ് നമുക്ക് ബേസിക്കലി ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. സോ ഹറൂക്കി മുറാക്കമി ഈസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനന്റ് ജാപ്പനീസ് contemporary writer. So just remember, Norwegian Wood is written by Haruki Murakami, published in 1987. And it tells a story of Toru Watanabe, who is affected by the suicide of his best friend. Moving to the next question, question number 11.
Who is the protagonist of The Great Gatsby? Who is the protagonist of The Great Gatsby? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. നിക് കാരാവേ, ടോം ബുച്ച്നാൻ, ജെ ഗാറ്റ്സ്ബി, ഡെയ്സി ബുച്ച്നാൻ. ഇതിൽ 4ഉം ഇതിന്റെ തന്നെ ക്യാരക്ടേഴ്സ് ആണ്, ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബിയുടെ തന്നെ ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ഐ തിങ്ക് യു മൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ സിലബസിലും തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നോവലാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ലിറ്റററി പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ ദ മൂവി ഈസ് ഓൾസോ എ ഫേമസ്, ഡികാപ്രിയോ അഭിനയിച്ചിട്ടുള്ള മൂവിയാണ്. ദാറ്റ്സ് ഓൾസോ റിയലി famous. So the protagonist of The Great Gatsby is Jay Gatsby. സോ അപ്പോൾ ഇതിൽ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ജെ ഗാറ്റ്സ്ബി ആണ്. ഇതിന്റെ നറേറ്റർ നിക് കാരാവേ ആണ്. സോ അപ്പം നിക് കാരാവേ എന്ന് പറയുന്നത് ഇതിന്റെ നറേറ്റർ ആണ്. ഹി ആക്ച്വലി ദോ ഹീസ് ദ നറേറ്റർ, ഹി പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ദി ലൈഫ് ആൻഡ് സൊസൈറ്റി, ലൈഫ് ഓഫ് ഗാറ്റ്സ്ബി ആൻഡ് ഓൾസോ ദ സൊസൈറ്റി ഓഫ് ദാറ്റ് ടൈം. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജെ ഗാറ്റ്സ്ബി തന്നെയാണ്. ജെ ഗാറ്റ്സ്ബി എന്ന് പറയുന്നത് വളരെ എനിഗ്മാറ്റിക് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആണ്, ഹൂസ് ഒറിജിനൽ നെയിം ഈസ് ജെയിംസ് ഗാറ്റ്സ്, വിച്ച് ഹി modifies into Jay Gatsby. And അദ്ദേഹം എന്താണ് വളരെ ലാവിഷ് ആയിട്ടുള്ള പാർട്ടീസ് ഒക്കെ ത്രോ ചെയ്യും ഇൻ ദ ഹോപ്പ് ഓഫ് റീയുണൈറ്റിംഗ് വിത്ത് ഹിസ് ലവർ, ദാറ്റ് ഈസ് ഡെയ്സി ബുച്ച്നാൻ. ഡെയ്സി ബുച്ച്നാൻ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ടോം ബുച്ച്നാന്റെ വൈഫായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് ഗാറ്റ്സ്ബി ഹി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹിസ് ഐഡിയലിസം, എ റിലൻലെസ് പെർസ്യൂട്ട് ഓഫ് അമേരിക്കൻ ഡ്രീം ടു ബി റിച്ച്, ആൻഡ് ഹി ഡ്രീംസ് ആൻഡ് ഹി ബിക്കംസ് റിച്ച്. അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസിലാണെന്നാണ് പറയുന്നത്. And anyway, അതുപോലെ തന്നെ അടുത്തൊരു മേജർ ക്യാരക്ടറാണ് നിക് കാരാവേ, ഹു ഈസ് ദ മോസ്റ്റ് സെൻസിബിൾ ഓർ ഹി ഈസ് ദ മോസ്റ്റ് ഇമോഷണൽ ക്യാരക്ടർ ത്രൂ ഔട്ട് ദിസ് നോവൽ. സോ ഇതിന്റെ നറേറ്ററാണ് ഡെയ്സി ബുച്ച്നാന്റെ ഒരു കസിൻ ആണ്. അവരെ കാണാൻ വേണ്ടിയിട്ട് വെസ്റ്റ് എഗ്ഗിലോട്ട് അദ്ദേഹം മാറുന്നതാണ്. അങ്ങനെയാണ് ഗാറ്റ്സ്ബിയുടെ നെയ്ബർ ആവുന്നത്. ആൻഡ് ഹി ഈസ് ദി ഓൺലി പേഴ്സൺ ഹു ഫൈൻഡ്സ് ദി സോഫ്റ്റ് സൈഡ് ഓഫ് ഗാറ്റ്സ്ബി ഓർ ഹു ഹാസ് ഗോട്ട് വെരി ജെനുവിൻ അഫെക്ഷൻ ടുവേർഡ്സ് ഗാറ്റ്സ്ബി. അങ്ങനെയുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ നിക് കാരാവേ ആണ്. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹം നിക് കാരാവേക്ക് ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അവരെ ഇദ്ദേഹം കാണുന്ന ഒരു പെർസ്പെക്റ്റീവ്, അതാണ് നമ്മുടെ നോവലിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നിക് ഈസ് ഓഫൻ കൺസിഡർഡ് ടു ബി ആൻ ഔട്ട്സൈഡർ ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി നോവൽ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ജെ ഗാറ്റ്സ്ബി he moves outside of the west because he feels extremely terrified or he feels extremely devastated by the characteristics and attitudes of the people in the west side. അതുപോലെ തന്നെ ടോം ബുച്ച്നാൻ എന്ന് പറഞ്ഞാൽ വളരെ വെൽത്തി ആണ്, എന്നാലും ഗാറ്റ്സ്ബിയുടെ ലെവലിലില്ല, എന്നാലും വളരെ വെൽത്തി ആയിട്ടുള്ള അറഗന്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഡെയ്സി ബുച്ച്നാൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ചാമിങ് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഓൾസോ വെരി ഷാലോ ആൻഡ് indecisive. So she has got this inability to fully commit to Gatsby, and at the same time after the death of Gatsby you can find that she eventually retreat into her privileged lifestyle. So she is actually not a person who would leave anything for the love, but she is actually the person who finds solace in what she has, if that is actually wealthy. And that's about Jay Gatsby. So the novel, it's written by F. Scott Fitzgerald. It was published in 1925 and it explores major themes like wealth, love, the American dream, and all these are seen through the aspirations of Gatsby. But at the same time you can find other characters like Myrtle Wilson, the mistress of Tom, and her husband George Wilson, and you can find the contrast between the East Egg and the West Egg and how deteriorating the moral values of an American life is. So that's about William Faulkner and Jay Gatsby. Moving to the next question, which African author wrote Half of a Yellow Sun? Which African author wrote Half of a Yellow Sun? We have the options: Chimamanda Ngozi Adichie, Buchi Emecheta, Ama Ata Aito, Itzi Dagamendra. So the correct answer to which African author wrote Half of the Yellow Sun, it is Chimamanda Ngozi Adichie. So Chimamanda Ngozi Adichie is the African author who wrote Half of a Yellow Sun. It was published in 2006. The novel is set during the Nigerian Civil War, and this Nigerian Civil War, it is also known as Biafran War, which actually took place between 1967 and 1970. And here the story is told from 3 different point of view. One is Ugwu. Ugwu is a young houseboy. The other one is Olana, a beautiful daughter of a wealthy Nigerian. And finally Richard, a British writer who is in love with Olana's twin sister. So here
you can find that this novel, Half of a Yellow Sun, the novel, it explores the impact of war on these three individuals, on Ogwa, Olana and Richard, and also it speaks about the broader themes like about the problems of colonialism, about the ethnic conflict, the struggle for independence. All these concepts are also important. Then speaking about Chimamanda Ngozi Adichie, her debate novel Purple Hibiscus, that's actually a very great novel, most famous novel over there, and this success, it was actually followed by Half of a Yellow Sun, and it also won many prizes like this Orange Prize for Fiction, etc. And her third novel is Americana, that also won many novels. We have done a video on Chimamanda Ngozi Adichie, so just go through that to get an idea about the major works and the questions that were previously asked. I will give the link in the description. Then we have the next question. The Kite Runner is a novel by which author? The Kite Runner is a novel by which author? We have four options: Khalid Hosseini, Mohsin Hamid, Orhan Pamuk and Salman Rushdie. Khalid Hosseini, Mohsin Hamid, Orhan Pamuk and Salman Rushdie. So the correct answer is Khalid Hosseini. The Kite Runner is a novel written by Khalid Hosseini. So the Kite Runner, it was published in 2003. So remember these things about the Kite Runner. Kite Runner, it's a novel written by Khalid Hosseini. It was first published in 2003. It was Hosseini's debate novel. And also this novel, it speaks about the life and experience in Afghanistan. And the story, the major protagonist is Amir. Amir is a very young boy from a wealthy family, and he has complicated relationship with a poor child, that is his father's servant, that is Azan. And this novel, it is set against the backdrop of a changing Afghanistan, and you can find the themes of friendship, betrayal, redemption, the impacts of this political turmoil in the lives of Afghanistan, etc. And the other important work written by Khalid Hosseini is The Thousand Splendid Suns. So just remember the name, The Thousand Splendid Suns. It's also written by Khalid Hosseini. So The Kite Runner by Khalid Hosseini, published in 2003. The debate novel, the setting is in Afghanistan. It tells a story of two children, Amir, a wealthy man, and also a Hassan, the son of his father's servant. Moving to the next question, who wrote Midnight Children? Who wrote Midnight Children? And the options are Arundhati Roy, Vikram Seth, Salman Rushdie and Kiran Desai. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ബട്ട് ചോദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. എന്നാലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർക്കും ആ ഓതറും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പം ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് പോകാതെ ആ ഓതറിനെ കുറിച്ചും ആ വർക്കിനെ കുറിച്ചും കുറച്ചും കൂടി ഒരു ഐഡിയാസ് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ട് വേണം പോകാൻ. So who wrote Midnight Children? We have four options: Arundhati Roy, Vikram Seth, Salman Rushdie and Kiran Desai. So here the correct answer is Salman Rushdie. So Salman Rushdie എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബോൺ ബ്രിട്ടീഷ് അമേരിക്കൻ നോവലിസ്റ്റ് ആണ് സൽമാൻ റുഷ്ദി. സോ റഷ്ദിയുടെ സെക്കൻഡ് നോവൽ എന്ന് പറയുന്നത് ദാറ്റ്സ് മിഡ്നൈറ്റ് ചിൽഡ്രൻ. മിഡ്നൈറ്റ് ചിൽഡ്രന് 1981 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള വർക്കാണ്. അപ്പം മിഡ്നൈറ്റ് ചിൽഡ്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരു തവണ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബുക്കർ പ്രൈസിൻ്റെ 25th and 40th ആനിവേഴ്സറിക്ക് ദ ബെസ്റ്റ് നോവൽ ഓഫ് ഓൾ വിന്നേഴ്സ് ആയിട്ട് രണ്ട് തവണയും 25th ടൈമിലും 40th ടൈമിലും കൺസിഡർ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൺ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് അത് സൽമാൻ റുഷ്ദിയുടെ മിഡ്നൈറ്റ് ചിൽഡ്രൻ ആണ്. Salman Rushdie is important. Go through all the works of Salman Rushdie, especially Midnight Children. അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ ഫോർത്ത് നോവലാണ് ദ സേറ്റാനിക് വോയ്സസ്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തൊരു ടൈമിലാണ് ഹി ബിക്കെയിം എ സബ്ജക്ട് ഓഫ് സെവറൽ അസാസിനേഷൻ അറ്റംപ്റ്റ്സ് ആൻഡ് ഡെത്ത് ത്രെറ്റ്സ്, ഇൻക്ലൂഡിംഗ് എ ഫത്വ കോളിംഗ് ഫോർ ഹിസ് ഡെത്ത് ബൈ ദിസ് സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് ഇസ് നോൺ ഫോർ ഹിസ് മാജിക്
realism and other experimental technique, which begins with Grimus in 1975, and അദ്ദേഹത്തിന്റെ second work ആണ് Midnight Children, which was published in 1981. പിന്നെ അതല്ലാതെ അദ്ദേഹത്തിന്റെ എല്ലാ വർക്കും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയിം, ദ സേറ്റാനിക് വേഴ്സസ്, പക്ഷേ ഇൻഡെപ്ത് ആയിട്ട് കൂടുതലും ചോദിച്ചിട്ടുള്ളത് മിഡ്നൈറ്റ് ചിൽഡ്രനിലാണ്. സോ വി ഹാവ് ഷെയിം, ദ സേറ്റാനിക് വേഴ്സസ്, ദ മൂർസ് ലാസ്റ്റ് സൈ, ദ ഗ്രൗണ്ട് ബിനീത്ത് ഹെർ ഫീറ്റ്, ഫ്യൂരി, ഷാലിമ ദ ക്ലൗൺ, ദ എൻചാൻഡേഴ്സ് ഓഫ് ഫ്ലോറൻസ് സെൻസ്, 2 years 8 months and 28 nights, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 2023 അദ്ദേഹത്തിന് ഒരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് ടൈറ്റിൽഡ് ആസ് ദി വിക്ടറി സിറ്റി. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഹാവ് ദിസ് ഇൻ യുവർ മൈൻഡ്. Okay, so now moving to the next question. Question number 15. Which author wrote Anna Karenina? Which author wrote Anna Karenina? So we have 4 options: Leo Tolstoy, Dostoevsky, Anton Chekhov, and Ivan Turgenev. December 2023 NTA UGC നെറ്റ് എക്സാമിൽ ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരീനയിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ് അന്ന കരീനയിൽ നിന്ന്. സോ ടോൾസ്റ്റോയ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ വർഷം ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പില്ല, ചോദിക്കാതിരിക്കാം. പക്ഷേ ഇറ്റ് ആക്ച്വലി ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിയോ ടോൾസ്റ്റോയ് ഇൻ വേൾഡ് ലിറ്ററേച്ചർ. ടോൾസ്റ്റോയുടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളും ആ ഒരു ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നോക്കുക. സോ അപ്പോൾ ഇതിൽ വിച്ച് റഷ്യൻ ഓഥർ റോട്ട് അന്ന കാരനീന? ദ കറക്റ്റ് ആൻസർ ഈസ് ലിയോ ടോൾസ്റ്റോയ്. സോ സ്പീക്കിംഗ് അബൌട്ട് അന്ന കാരനീന ഇസ് എ നോവൽ റിട്ടേൺ ബൈ ടോൾസ്റ്റോയ്. ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ആവുന്നത് സീരിയൽ ഇൻസ്റ്റാൾമെന്റിലാണ്. 1875 തൊട്ട് 1877 വരെയുള്ളൊരു സീരിയൽ ഇൻസ്റ്റാൾമെന്റിലാണ്. പിന്നീട് 1878 അതൊരു ബുക്ക് ഫോമാറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിഗാർഡഡ് ടു ബി ടോൾസ്റ്റോയ്സ് മോസ്റ്റ് ഫേമസ് വർക്ക്സ്. അതുപോലെ തന്നെ റഷ്യൻ ലിറ്ററേച്ചറിലെ ഒരു ക്ലാസിക്കൽ വർക്ക് ആയിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് ലിയോ ടോൾസ്റ്റോയുടെ ആന കാരനീന എന്ന് പറയുന്നത്. പിന്നെ ആന കാരനീന നമ്മൾ പറഞ്ഞു, ഇറ്റ് ടെൽസ് എ ട്രാജിക് സ്റ്റോറി ഓഫ് ആന കാരനീന. ആന കാരനീന എന്ന് പറയുന്ന ഒരു ഒരു മാരീഡ് അരിസ്റ്റോക്രാറ്റ് ആണ്. She falls in love with another person despite her marriage, and അതിന്റെ കോൺസിക്വൻസസും how her family moves away from her, ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു നോവൽ. ഓക്കെ, ജസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. യു വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദി ക്യാരക്ടേഴ്സ് ആൻഡ് അതർ തിങ്സ് വൈൽ വാച്ചിങ് ദാറ്റ് വീഡിയോ. Now moving to the next question. Question number 16. In The Catcher of Rye, who is the protagonist? In The Catcher of Rye, who is the protagonist? So J.D. Salinger's 1951 novel ആണ് Catcher in the Rye എന്ന് പറയുന്നത്. So you have to identify the protagonist. So the protagonist is, അപ്പോൾ ഇതിൽ നമ്മളിതിൽ എനിക്കൊന്ന് ആറ്റിക്കസ് ഫിഞ്ച് നമ്മൾ ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതല്ലാതെ നമുക്കറിയാം ജെ ഗാറ്റ്സ്ബി എന്ന് പറയുന്നത് വില്യം ഫോക്നറിന്റെ ഫിറ്റ്സ്ജെറാൾഡിന്റെ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബിയിലെ മേജർ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആറ്റിക്കസ് ഫിഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്നത് കിൽ എ മോക്കിംഗ് ബേർഡിന്റെ ക്യാരക്ടറാണ്. ടോം ജോർഡ് എന്ന് പറയുന്നത് ദ ഗ്രേപ്സ് ഓഫ് റാത്തിലെ ക്യാരക്ടറാണ്. സോ ദ ക്യാച്ചർ ഇൻ ദ റൈന്റെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹോൾഡൻ കോൾഫീൽഡ്. ഇത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ പ്രൊട്ടഗോണിസ്റ്റിനെ ചോദിച്ചിട്ടുള്ള വർക്കുകളാണ്. സോ ദ ക്യാച്ചർ ഇൻ ദ റൈ, ഹൂ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ്? ദ കറക്റ്റ് ആൻസർ ഈസ് ഹോൾഡൻ കോൾഫീൽഡ്. സോ ഹോൾഡൻ കോൾഫീൽഡിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ അബൌട്ട് ദ ക്യാച്ചർ ഇൻ ദ റൈ ഇസ് ദാറ്റ് ദ ക്യാച്ചർ ഇൻ ദ റൈ ഇറ്റ് വാസ് റിട്ടേൺ ബൈ J.D. Salinger. It was published in 1951. The major protagonist, the protagonist of the novel is Holden Caulfield. And Holden Caulfield എന്ന് പറയുന്നത് he became an iconic character in literature. ഒരു ടീനേജ് റിബല്യനെ അല്ലെങ്കിൽ ഒരു ടീനേജ് വൾണറബിലിറ്റിനെ, the search for authenticity, ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹോൾഡൻ കോൾഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിസ് വോയിസസ്, ഹിസ് പെർസ്പെക്റ്റീവ്സ്, ഇറ്റ് ഹാസ് റെസൊനേറ്റഡ് വിത്ത് ജനറേഷൻസ് ഓഫ് റീഡേഴ്സ്. അതുകൊണ്ട് തന്നെ ക്യാച്ചർ ഇൻ ദ റൈ എന്ന് പറയുന്ന ഒരു ക്ലാസിക് കമ്മിങ് ഓഫ് ഏജ് നോവൽ ആയിട്ടാണ് റിഗാർഡ് ചെയ്യുന്നത്. ആൻഡ് എനിവേ, speaking about Holden Caulfield, he is a disenchanted and alienated teenager who navigates through life after being expelled from prep school. So ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് about Holden's experiences, thoughts, observations about his ideas of identity, adolescence, alienation and fondness he perceives in the adult world. ഇതാണ് ബേസിക്കലി Catcher in the Rye കത്ത് പറയുന്നത്.
സോ ഓക്കെ, അപ്പം എനിവേ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതെന്ന് വെച്ചാൽ JD സാലിഞ്ചറിന്റെ ക്യാച്ചർ ഇൻ ദ റൈ എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ബാക്കി വർക്ക്സുകളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം JD സാലിഞ്ചർ ഇമ്പോർട്ടന്റ് ആണ്. 9 സ്റ്റോറീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാനി ആൻഡ് സോയ്, അതൊരു വോളിയമാണ് വിച്ച് കണ്ടെയ്ൻസ് എ നൊവേല ആൻഡ് എ ഷോർട്ട് സ്റ്റോറി. പിന്നെ അതുപോലെ തന്നെ റേസ് ഹൈ ദ റൂഫ് ബീം, കാർപ്പൻറ്റേഴ്സ് ആൻഡ് സെയ്മർ, ഇതെല്ലാം JD സാലിഞ്ചറിന്റെ വർക്ക്സുകളാണ്. അതുപോലെ തന്നെ JD സാലിഞ്ചറിന്റെ സ്വാൻ സോങ്, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു നൊവേലയാണ്. ഹാപ്പ് വേർഡ് 16-19-24 എന്ന് പറയുന്ന ഒരു നൊവേലയാണ്. അപ്പം JD സാലിഞ്ചറിനെ കുറിച്ച് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കാം. Then the next question, who wrote Beloved? Who wrote Beloved? ബിലവഡ് എഴുതിയിരിക്കുന്ന നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ആലീസ് വോക്കർ, ടോണി മോറിസൺ, സോറ നീൽ ഹൗസ്റ്റൺ, മായ ആഞ്ചലോ. എഗെയിൻ ഈ 4 റൈറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റൈറ്റേഴ്സ് ആണ്. 4 പേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ ബിലവഡിന്റെ ഓഥർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോണി മോറിസൺ. സോ ബിലവഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1987. ഇറ്റ്സ് എ നോവൽ റിട്ടേൺ ബൈ ടോണി മോറിസൺ. മോറിസന്റെ വൺ ഓഫ് ദി മോസ്റ്റ് അക്ലെയിംഡ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് ആയിട്ട് റിഗാർഡ് ചെയ്യുന്ന ഒരു വർക്കാണ് ബിലവഡ് എന്ന് പറയുന്നത്. ഇത് അമേരിക്കൻ സിവിൽ വാറിന്റെ ടൈമിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് സെയ്ത്ത് ആണ്. സെയ്ത്ത് എന്ന് പറയുന്ന ഒരു എസ്കേപ്പ് സ്ലേവ് ആണ്. ആൻഡ് ഹൗ ഷീ ഗ്രാപ്പിൾസ് വിത്ത് ദ മെമ്മറീസ് ഓഫ് ഹർ പാസ്റ്റ് ആൻഡ് എസ്പെഷ്യലി അബൌട്ട് ഹർ ഡിസീസ്ഡ് ഡോട്ടർ. ആ ഒരു ഡോട്ടറിനാണ് ബിലവഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് യു ക്യാൻ ഫൈൻഡ് സ്ലേവറി, ട്രോമ, മദർഹുഡ്, സെർച്ച് ഫോർ ഐഡന്റിറ്റി ആൻഡ് ഫ്രീഡം. ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മെയിൻ ആയിട്ട് വരുന്ന തീംസ് ആണ്. പിന്നെ ടോണി മോറിസൺ എന്ന് പറയുന്നത് ഷീ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഷീ ഈസ് ആക്ച്വലി എ പുലിറ്റ്സർ പ്രൈസ് വിന്നിംഗ് അമേരിക്കൻ നോവലിസ്റ്റ്. അതുപോലെ തന്നെ ബിലവഡ് എന്ന് പറയുന്നത് കണ്ടംപററി ലിറ്ററേച്ചറിലും പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലും എല്ലാം ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഒരു മാസ്റ്റർ പീസ് ആയിട്ട് തന്നെ റിഗാർഡ് ചെയ്യുന്ന ഒരു വർക്കാണ് ടോണി മോറിസന്റെ ബിലവഡ്. Moving to the next question, which Chilean author wrote The House of the Spirits? Which Chilean author wrote The House of the Spirits? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. പാബ്ലോ നെരൂഡ, ഇസബൽ അലൻഡെ, റോബർട്ടോ ബൊലാനോ, ഗബ്രിയേല മിസ്ട്രൽ. ഇതിൽ ചിലിയൻ ഓതേഴ്സ് എടുക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് പാബ്ലോ നെരൂഡയാണ്. എനിവേ ദ ഹൗസ് ഓഫ് ദി സ്പിരിറ്റ്സ് എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ ബി ഇസബൽ അലൻഡെ ആണ്. ഇസബൽ അലൻഡയുടെ വർക്കാണ് ദ ഹൗസ് ഓഫ് ദി സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. സോ സ്പീക്കിംഗ് അബൌട്ട് ഇസബൽ അലൻഡെ is an Chilean American writer and അലൻഡയുടെ വർക്ക്സുകൾ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു മാജിക് റിയലിസം ജോണറിൽ എഴുതിയിട്ടുള്ള വർക്ക്സുകളാണ്. എസ്പെഷ്യലി ദ ഹൗസ് ഓഫ് ദി സ്പിരിറ്റ്സ് 1982 സിറ്റി ഓഫ് ദി ബീഡ്സും. അപ്പം ഈ നോവലിനെ കുറിച്ച് എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ മൾട്ടി ജനറേഷണൽ ഫാമിലി സാജ. അതിൽ മാജിക് റിയലിസം ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഉണ്ട്. അങ്ങനെ മാജിക് റിയലിസത്തിലൂടെയും ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിലൂടെയും ട്രൂബ ഫാമിലിയുടെ ഒരു സ്റ്റോറിയാണ് ബേസിക്കലി ഈ ഒരു നോവൽ കാണിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ട്രൂബ ഫാമിലി ഒരു അൺനെയിംഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ് വിച്ച് റിസംബിൾസ് ചിലി. ആൻഡ് അത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് സ്പാൻ സെവറൽ ഡെക്കേഡ്സ് and explores the themes like ഏതാണ് ലവ്, പോളിറ്റിക്സ്, സോഷ്യൽ ക്ലാസ്, സൂപ്പർ നാച്ചുറൽ. ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സ്റ്റോറിയും കാര്യങ്ങളും എന്ന് പറയുന്നത്. Now coming to the next question, The Old Man and the Sea is a novella by which author? ഓണസ്റ്റ് ഹെമിംഗ്വേയും ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾഡ് മാൻ ആൻഡ് ദ സീയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്നത്. സോ ഓൾഡ് മാൻ ആൻഡ് ദ സീ ഇറ്റ് ഈസ് എ നൊവേല ബൈ ഓണസ്റ്റ് ഹെമിംഗ്വേ. വൺസ് അഗെയിൻ ഈ 4 ഓപ്ഷൻസിലുള്ള എല്ലാ റൈറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ എല്ലാ വർക്ക്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൈൽ യു പ്രിപ്പയർ ഗോ ത്രൂ ഓൾ ദീസ് വർക്ക്സ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് റിവൈസ് ചെയ്യുമ്പോൾ ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഗോ ബാക്ക് ആൻഡ് ലുക്ക് ഫോർ ദം. ഓക്കെ, they are very much important. So speaking about Old Man and the Sea, we know it's written by Ernest Hemingway. So Old Man and the Sea എന്ന് പറയുന്നത് ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നൊവേലയാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1952. 1953 പുലിറ്റ്സർ പ്രൈസ് ഫോർ ഫിക്ഷൻ കിട്ടിയിട്ടുള്ള വർക്കാണ് ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ഏജിങ് ക്യൂബൻ ഫിഷർമാനും അബൌട്ട് ഹിസ് ഫൈറ്റ് വിത്ത് എ ഫിഷ് ടു ഗെറ്റ് ബാക്ക് ഹിസ് ഓണർ, അതൊക്കെയാണ് ബേസിക്കലി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏർണസ്റ്റ് ഹെമിംഗ്വേയും ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഹിസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ. ദ സൺ ഓൾസോ റൈസസ്, ദ ഡെത്ത് ബെൽ ടോൾസ്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഇതെല്ലാം തന്നെ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who wrote the novel Invisible Man? Who wrote the novel Invisible Man?
And we have got 4 options: Richard Wright, Ralph Ellison, James Baldwin and Langston Hughes. Richard Wright, Ralph Ellison, James Baldwin and Langston Hughes. So we know that Invisible Man, it's written by Ralph Ellison. So the thing is that all the writers are really important. So we know about Richard Wright. His best novel and best works includes the novella collection Uncle Tom's Cabin, which was published in 1938. Then the novel Native Son, the memoir Black Boy. All these works are really important when it comes to Richardson. Similarly, when we speak about James Baldwin, Go Tell It on the Mountain, Notes of a Native Son, Giovanni's Room, it's all important by James Baldwin. And Langston Hughes, we know that he is actually a very important personality when it comes to jazz poetry. So who wrote the novel Invisible Man? The correct answer is Ralph Ellison. So speaking about Ralph Ellison, the novel Invisible Man, it is written by Ralph Ellison. It was published in 1952. It is regarded to be one of the landmark of African American literature. It speaks about a person with the name Invisible Man. That means it's an unnamed narrator who is not accepted, or who it is not easy for this person to live in the society. So it speaks about the struggles of him that he faces to get an admission in a college and his life in college, etc. So here it addresses the themes of identity, race, social invisibility in America. And the novel, it follows the story of an unnamed African American narrator as he navigates through a society marked by racism and prejudice, struggling to find his place and assert his individuality. So that's about Ralph Ellison and Invisible Man. So in this video, we discussed about the writer, we discussed about different writers, about different works. So overall we discussed 20 questions. And one thing that you have to remember, നമ്മുടെ June 2024 എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, അതായത് ഈ വീഡിയോ ഒരു കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ തന്നെ നിങ്ങളോട് ചോദിക്കുമെന്നല്ല. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതായത് ആ ഒരു ഓതറും വർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഓൾറെഡി റിവൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ brush up your knowledge, brush up your ideas, revise everything that you have already done. പക്ഷെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്ററിനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു ഗോ ബാക്ക് ആൻഡ് ഹാവ് എ ബ്രീഫ് ഐഡിയ അബൌട്ട് ദിസ് റൈറ്റർ. ബിക്കോസ് ഇതിലെ എല്ലാ റൈറ്റേഴ്സും തന്നെ നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റേഴ്സ് ആണ്. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ദിസ് വീഡിയോ, യു ഗോ ത്രൂ ഓൾ ദി റൈറ്റേഴ്സ് മെൻഷൻ ഹിയർ. അതിൽ ആ ഒരു പേര് മാത്രം പറഞ്ഞിട്ടുള്ള റൈറ്റർ അല്ല, ഓപ്ഷനിൽ ബാക്കി പറഞ്ഞിട്ടുള്ള റൈറ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അപ്പം നമ്മുടെ പുതിയൊരു സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പം ഈ പറയുന്ന റൈറ്റേഴ്സിന്റെ നോവൽസ് ഏതൊക്കെയാണ്, അവരുടെ ഷോർട്ട് സ്റ്റോറീസ് ഏതൊക്കെയാണ്, പോയിട്രീസ് ഉണ്ടെങ്കിൽ പോയിട്രി, ഡ്രാമ ഉണ്ടെങ്കിൽ ഡ്രാമ, നോൺ ഫിക്ഷൻ ഉണ്ടെങ്കിൽ നോൺ ഫിക്ഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നോവലും നോവലിന്റെ പേരും വളരെ റാൻഡം ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കണം എന്നില്ല. അസേർഷൻ റീസൺ ആയിട്ട് ചോദിക്കാം, ആ ഒരു വർക്കിന്റെ ഐഡിയനെ കുറിച്ച് ചോദിക്കാം. അപ്പം you have to have a basic idea about all these works and all these writers. അവരെ ഈ റൈറ്റേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അവർ ഏതെങ്കിലും മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ജോർജ് ഓവലിന്റെ കേസ് പറഞ്ഞപ്പോൾ ഏതെങ്കിലും മൂവ്മെന്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരാണോ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐഡിയോളജീനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. Okay, so that's all about this video. Thank you.